ഇത്തവണ മത്സരിക്കാനില്ലെന്ന് കെപിസിസിക്ക് കത്തെഴുതിയ ടി.എൻ. പ്രതാപൻ കയ്പമംഗലം സീറ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതിയതായി സൂചന. ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കത്തിന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെ സൂചിപ്പിച്ചതായാണ് വിവരം. തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുൻപായി പ്രതാപൻ രാഹുൽ ഗാന്ധിയെ കാണുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണമാണ് കത്തയച്ചെന്ന വാർത്തയെന്ന് ടി.എൻ. പ്രതാപൻ പ്രതികരിച്ചു. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് കാണിച്ച് ടി.എൻ. പ്രതാപൻ കെപിസിസിക്ക് എഴുതിയ കത്താണ് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലെ കേന്ദ്രബിന്ദുവായത്. പ്രതാപനെ മാതൃകയാക്കി 4 തവണയിലധികം വിജയിച്ചവർ മാറി നിൽക്കണമെന്ന നിർദ്ദേശം കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ മുന്നോട്ട് വെച്ചു. പ്രതാപന്റെ കത്ത് ആയുധമാക്കി മുഖ്യമന്ത്രിക്ക് നേരെ ഒളിയമ്പ് ചെയ്ത് സുധീരൻ നടത്തിയ പ്രസ്താവനയും ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ കേരളത്തിൽ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞ പ്രതാപൻ കയ്പമംഗലം സീറ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹി ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പായാണ് പ്രതാപൻ കത്തയച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതാപന്റെ കത്തിന്റെ കാര്യം സൂചിപ്പിച്ചത്. ഇന്നലെ രാവിലെ പ്രതാപൻ രാഹുൽ ഗാന്ധിയെ ചെന്ന് കണ്ടതായും സൂചനയുണ്ട്. കൊടുങ്ങല്ലൂർ സുരക്ഷിതമല്ലാതായി മാറിയതും കെ.പി. ധനപാലിന് വേണ്ടി സീറ്റ് നൽകേണ്ടി വരുന്ന സാഹചര്യവുമാണ് പ്രതാപന്റെ സീറ്റ് മാറ്റ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന. അതേസമയം കത്തയച്ചെന്ന റിപ്പോർട്ട് ടി.എൻ. പ്രതാപൻ നിഷേധിച്ചു. ഇത് പൂർണ്ണമായും ആരോ പ്ലാൻ ചെയ്ത ഒരു തിരക്കഥയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നിരവധി തിരക്കഥകൾ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വന്നേക്കാം. 100% രാഹുൽ ഗാന്ധി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കും ചെയ്യുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. നേരത്തെ കയ്പമംഗലം സീറ്റിലേക്ക് കണ്ടുവച്ചിരുന്ന കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിനാണ് പ്രതാപൻ വന്നതോടെ സീറ്റ് നഷ്ടപ്പെട്ടത്. പ്രതാപന്റെ ആദർശമുഖം പൊളിഞ്ഞു വീണെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. മീഡിയ 1 തിരുവനന്തപുരം.